2024 ജനറൽ ഇലക്ഷൻ ഉണർത്തിയ ചിന്തകൾ എന്ന പരമ്പരയിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചിന്തകൾ നമുക്ക് സംഘപരിവാർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, ഏറ്റവും വിരുദോടുകൂടെ അപമാനിക്കുന്ന, വികൃതമാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വത്തിൽ നിന്ന് ആരംഭിക്കാം. ഇത് സംഘപരിവാറിനെ പ്രതിനിധീകരിച്ച് ചില ആളുകൾ ഈ യൂട്യൂബ് ചാനലിൽ കയറിയിട്ടുണ്ട്. അവരെ നന്നേ പ്രകോപിപ്പിക്കും എന്നെനിക്കറിയാം. എനിക്ക് അവരോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, നന്മ കണ്ടാൽ ആർക്കെങ്കിലും അതുകൊണ്ട് ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ അതിനെ വിരൂപമാക്കിയേ എനിക്ക് വിശ്രമം പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ എന്ന ഒരു ധാരണയുണ്ടെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട, അത് ഒരു തരത്തിലുള്ള രോഗമാണ്. അതെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇടയാകുന്നതിൻ്റെ കാര്യം സുവിശേഷത്തോടുള്ള എൻ്റെ പരിചയമാണ്. യേശുവിനെ കൊന്നൊടുക്കുവാനായി യഹൂദ മതത്തിൻ്റെ മേലധികാരികൾ തീരുമാനിച്ചതിൻ്റെ കാരണം, അവരുടെ ഇടയിൽ ആർക്കുമില്ലാതിരുന്ന ഒരു വ്യക്തിത്വ ആത്മീയ സൗന്ദര്യം യേശുവിൽ പ്രകടമായി. അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യത്തോട് രണ്ട് വിധത്തിൽ മാത്രമേ പ്രതികരിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഒന്നിൽ അതിനെ അനുകരിക്കുക, അതുപോലെ ആയിത്തീരുക, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുക. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം കൊണ്ട് അധികാരം പിടിച്ചെടുക്കാമെന്നും അധികാരത്തിൻ്റെ ലാഭം അധികമായി കൊയ്യാമെന്നും മാത്രം വിചാരിച്ച് സ്ഥിതി ചെയ്യുന്നൊരു കാഴ്ചപ്പാടിൽ ഏതെങ്കിലും വ്യക്തിയിൽ ഒരു നന്മ കണ്ടാൽ ആ നന്മ കൊണ്ട് ഞങ്ങൾക്ക് കോട്ടം വരും എന്ന തോന്നലുണ്ടായാൽ ഇപ്രകാരമുള്ള രോഗം പിന്നെ മൂർച്ഛിക്കാനേ വഴിയുള്ളൂ എന്നങ്ങനെയുള്ളവരെ വളരെ സ്നേഹത്തോടെ സൗമ്യമായി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഇത് ആർക്കും നന്മ ചെയ്യുന്നതല്ല. ഇപ്രകാരമുള്ള മനസ്ഥിതി വെച്ച് പുലർത്തുന്നവർ അവരുടെ തന്നെ ആരോഗ്യത്തെയും സമനിലയെയും അപകടപ്പെടുത്തുന്നവരാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നന്ന് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ 2024 ഇലക്ഷൻ്റെ ഒരു വലിയ പ്രത്യേകത, ഇത് പൊതുവായ പ്രസക്തി ഉള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പുകഴ്ത്തുവാനല്ല ഇത് പറയുന്നത്. ആരുടെയും സ്തുതി പാഠകനായിരിക്കാൻ എനിക്ക് അത് താല്പര്യവുമില്ല. അത് എന്നെ തന്നെ അപമാനിക്കുന്ന ഒരവസ്ഥയാണെന്ന് നന്നേ തിരിച്ചറിയുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ അടയാളപ്പെടുത്തണമെങ്കിൽ ചില ആളുകളെ പരാമർശിക്കേണ്ടി വരും എന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിയെപ്പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, എന്നാൽ കുറേ കൂടെ കാര്യങ്ങൾ പിന്നെ സൂചിപ്പിക്കാം എന്നതുകൊണ്ട് അധികം പറയാതെ നമുക്ക് നമ്മുടെ ചിന്ത ആരംഭിക്കാം. 2019 നടന്ന ജനറൽ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി നന്നേ അധ്വാനിച്ചു, സാഹസികമായി അധ്വാനിച്ചു. എന്നാൽ അന്നത്തെ സമീപനവും ഈ 2024 സമീപനവും തമ്മിൽ വലിയ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം വളരെ പ്രസക്തമാണ്, ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം കൊണ്ട്, ഈ ഒരു പരാമർശം കൊണ്ട് ആരംഭിക്കുന്നത്. 2019 ഇലക്ഷൻ പ്രചരണത്തിൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ച സമീപനം തികച്ചും പക്വതയില്ലാത്തതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ ശ്രീ രാഹുൽ ഗാന്ധി ഏറ്റവും പ്രധാനമായി സ്വീകരിച്ച സമീപനം നരേന്ദ്രമോദിയെ വിമർശിക്കുകയും അദ്ദേഹത്തെ കളിയാക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും ചെയ്യുകയാണ്. ചൗക്കീദാർ ചോർ ഹേ, ചൗക്കീദാർ ചോർ ഹേ എന്ന് ഒരു 100 തവണ 200 തവണ പറഞ്ഞു. എന്നാൽ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായി, ഇതുകൊണ്ട് പ്രയോജനമില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് കൂടുതൽ നഷ്ടം വന്നു എന്ന് മനസ്സിലാകുവാൻ ഇടയായി. അതുകൊണ്ട് തന്നെ അനുഭവത്തിൽ കൂടെ രാഹുൽ ഗാന്ധി ഒരു നല്ല പാഠം പഠിച്ചു എന്നത് സന്തോഷത്തോടു കൂടെയാണ് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നത്. കാരണം 2024
ഇലക്ഷൻ പ്രചരണത്തിന് അദ്ദേഹം ഉപയോഗിച്ച സമീപനം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അദ്ദേഹം മോദിയെ വ്യക്തിപരമായി വിമർശിക്കുന്നതിന് പകരം ഇപ്പോൾ പ്രാബല്യത്തിലിരിക്കുന്ന രാഷ്ട്രീയമായ കാഴ്ചപ്പാടും സമീപനവും അവഗണിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ ഞങ്ങളുടെ ശ്രദ്ധയിൽ നിരന്തരമായി എടുത്ത് കാട്ടിക്കൊണ്ടാണ് തൻ്റെ ഇലക്ഷൻ പ്രചരണം ആദ്യം മുതൽ അവസാനം വരെ നിർവഹിച്ചത് എന്നത് ആ വ്യക്തിയിൽ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ പക്വതയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു അടയാളം ആണ്. ഇതെന്തുകൊണ്ട് നാം മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മനഃപൂർവ്വമായി നമ്മുടെ രാജ്യത്ത് മെടഞ്ഞെടുത്ത് കൃത്രിമമായി സൃഷ്ടിച്ച് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാട് മനുഷ്യരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ 100% അവഗണിക്കുക, പിന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പടച്ചുവിടുന്ന ചില സങ്കല്പങ്ങൾ, അത് സംബന്ധമായ ആവേശങ്ങൾ, അവ ഉൾക്കൊണ്ടുകൊണ്ട് അതും ഇതുമൊക്കെ കാണിക്കുക, ബോധമില്ലാത്തവരെ പോലെ പെരുമാറുക, അടിസ്ഥാനരഹിതമായ ആരാധനകൾ നടത്തുക, ഇങ്ങനെയുള്ള അർത്ഥശൂന്യവും ജനങ്ങളുടെ നന്മയ്ക്ക് തികച്ചും അപകടകരവുമായ ഒരു മിഥ്യാലോകത്തിൽ നിന്ന്, രാഷ്ട്രീയ മിഥ്യാലോകത്തിൽ നിന്ന് ജനങ്ങളുടെ ജീവിത അവസ്ഥയിലെ സത്യങ്ങളിലേക്കുള്ള ഒരു മടക്കി വരവ്, തിരിച്ചു വരവ് ഈ 2024 ഇലക്ഷനിലുണ്ട്. അത് ഈ രാജ്യത്തുള്ള ജനകോടികൾ വളരെ താല്പര്യത്തോടും പ്രതീക്ഷയോടും ശ്രദ്ധിച്ചു. അനേകം ആളുകൾ അത് സ്വീകരിച്ചു. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറിൽ ഗണ്യമായ വർധന ഉണ്ടാകാനിടയായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഇനിയും അവരുടെ അങ്ങോട്ടുള്ള യാത്രയിൽ, ഇന്ത്യ സഖ്യത്തിൻ്റെ തുടർന്നുള്ള യാത്രയിൽ NDA പ്രതിസന്ധിയിലാക്കുവാനോ മോദിയെ വിമർശിക്കുവാനോ കളിയാക്കുവാനോ അല്ല ശ്രദ്ധിക്കേണ്ടത്. ജനങ്ങൾ എപ്രകാരമുള്ളൊരു രാഷ്ട്രീയമായ നിലപാടാണ്, കാഴ്ചപ്പാടാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങളെപ്പറ്റി പറയുവാൻ സ്വരമില്ല, അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല, ഞങ്ങളുടെ സ്വരമായി, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശ്വാസമായി ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഏതെങ്കിലും പാർട്ടി അല്ലെങ്കിൽ സഖ്യം തയ്യാറാണോ? ആണെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന ഒരു വ്യക്തമായ വെളിപ്പെടുത്തൽ 2024 വോട്ടിംഗ് പാറ്റേണിലുണ്ട് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ച് ആ ഭാഗം വിടുകയാണ്. അപ്പോൾ അടുത്തതായി ഇത് സംബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയ പാർട്ടികളുടെ കാഴ്ചപ്പാടിൽ വലിയൊരു പരിവർത്തനത്തിൻ്റെ ആവശ്യമുണ്ട്. അത് ഒരു ഉദാഹരണത്തിലൂടെ പറയുമ്പോൾ വ്യക്തമാകും. 2016 നോട്ട് നിരോധനം ഉണ്ടായി, ഡിമോണിറ്റൈസേഷൻ ഉണ്ടായി. ആ സമയത്ത് ഭാരതത്തിലെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമത്തെ ഇത്ര ഘോരമായി ബാധിച്ച മറ്റൊരു പ്രതിസന്ധി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമാകില്ല. പക്ഷേ അതിനെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നതിൽ പ്രതിപക്ഷ പാർട്ടികൾ അമ്പേ പരാജയപ്പെട്ടു, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി. മറ്റുള്ള പാർട്ടികൾക്ക് അത്രമാത്രം രാഷ്ട്രീയമായ നാഷണൽ ലെവൽ പ്രോമിനൻസ് ഇല്ല. അതുകൊണ്ട് പ്രത്യേകമായും കോൺഗ്രസിൻ്റെ പരാജയമാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ മുൻപന്തിയിൽ നിന്നത് രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ അദ്ദേഹത്തിന് അന്ന് മനസ്സിലാകാതിരുന്ന കാര്യം, ഈ നോട്ട് നിരോധനവും അത് സൃഷ്ടിച്ച പ്രതിസന്ധികളും കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിസന്ധി ആയിരുന്നില്ല, അത് ജനത്തിൻ്റെ പ്രതിസന്ധിയായിരുന്നു. അതുകൊണ്ട് ജനം അവിടെ പ്രതിസന്ധിയോട് പ്രതികരിക്കത്തക്കവണ്ണം അവരെ സജ്ജമാക്കുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടാകേണ്ടത്. അതിന് പകരം അത് കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഗ്രീവൻസാക്കി മാറ്റിയാൽ അത് ഈ അപരാധം രാജ്യത്തോട് ചെയ്ത ശക്തികൾക്ക് കൂടുതൽ സഹായമായി തീരാനേ വഴിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് 2019 ഇലക്ഷനിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ, അതായത് ഇപ്പോൾ ഇന്ത്യ സഖ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ അനുവർത്തിക്കേണ്ട സമീപനം എന്താണ്? ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുമായി ഒരു പങ്കാളിത്തത്തിലേക്ക് പ്രവേശിക്കുകയാണ്. As an opposition coalition,
വി ആർ ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആ ദർശനമാണ് വേണ്ടത്. അല്ലാതെ ഞങ്ങൾക്ക് മോദിയെ വലിച്ചിറക്കിയ കസേരയിൽ കയറിയിരിക്കണം. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നു, ഈ 2024 ഇലക്ഷൻ റിസൾട്ട് അനുസരിച്ച് ഇന്ത്യ സഖ്യം ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ ഫോം ചെയ്യാനായി ശ്രമിക്കാത്തതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. കാരണം പണക്കൊതിയന്മാരെ അല്ല ഈ രാജ്യത്തിന്, അധികാര കസേര മൂഹികളെ അല്ല ഈ രാജ്യത്തിന് ഇന്ന് ആവശ്യം. ജനങ്ങളുടെ അവസ്ഥയെയും ആവശ്യങ്ങളെയും വേദനകളെയും നെഞ്ചിലേറ്റി അവിടെ കൂടെ നിന്ന് അവിടെ സംരക്ഷകരായി അവിടെ സേവകരായി സ്ഥിതി ചെയ്യാനുള്ള മനോഭാവവും സേവന സന്നദ്ധതയുമുള്ള രാഷ്ട്രീയ സമീപനമാണ്. അങ്ങനെയുള്ള നേതാക്കന്മാരാണ് നമുക്ക് ആവശ്യം. അപ്രകാരമുള്ളൊരു തിരിച്ചറിവിലേക്ക് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ വരുന്നു എന്നത് കാണുന്നത് അത് യാഥാർത്ഥ്യമാണ്, അത് അഭിനയമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. വളരെ ആശ്വാസത്തിനും പ്രത്യാശയ്ക്കും അത് വഴിയൊരുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആരോഗ്യപരമായ രാഷ്ട്രീയ സമീപനം എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളും ഈ നാട്ടിലെ ജനവും തമ്മിൽ ഒരു 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 പങ്കാളിത്തം ഉണ്ടാക്കുക, എ പാർട്ട്ണർഷിപ്പ്. അതിന് ഞാൻ പാർട്ട്ണർഷിപ്പ് പൊളിറ്റിക്സ് എന്ന പേര് കൊടുക്കട്ടെ. പങ്കാളിത്തത്തിൻ്റെ രാഷ്ട്രീയം. പ്രതിപക്ഷ സാധാരണ ജന പങ്കാളിത്തം, ദ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓപ്പോസിഷൻ പാർട്ടീസ് ആൻഡ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇപ്പോൾ നിങ്ങൾ 2024 ഇലക്ഷൻ ശ്രദ്ധിച്ചാൽ, സത്യമായി പറഞ്ഞാൽ മോദിയുടെ അധികാരഭ്രമത്തെ, സ്വച്ഛാധിപത്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വേഗത്തിലുള്ള കുതിപ്പിനെ പിടിച്ചു നിർത്തിയത് ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല, ഈ നാട്ടിലെ ജനതയാണ്, ജനങ്ങളാണ്. അത് ഉത്തർപ്രദേശിൽ പകൽ പോലെ വ്യക്തമാണ്. അതാണ് മുൻപോട്ടുള്ള ദർശനമായി എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കാണേണ്ടത്. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് അവരോട് പറയാനുള്ളത്, ഇനിയും പാർലമെൻ്ററി പ്രൊസീജിങ്സൊക്കെ ആരംഭിക്കുമ്പോൾ സകാരാത്മകമായ ഒരു പ്രതിപക്ഷം, ഒരു പ്രതിപക്ഷ സംസ്കാരം ആവിഷ്കരിക്കുന്നതിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നത് ശ്രീ അടൽ ബിഹാരി വാജ്പേയി. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ വലിയ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണുവാനും ചില സന്ദർഭങ്ങളിൽ സംസാരിക്കുവാനും ഇടയായത് ഞാൻ ഈ സമയത്ത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. അദ്ദേഹം അന്ന് ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ആയിരുന്നത് ശ്രീമതി സോണിയാഗാന്ധി ആയിരുന്നു. അദ്ദേഹം സോണിയാഗാന്ധിയെപ്പറ്റി തൻ്റെ ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഇപ്പോഴത്തെ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ആയിരിക്കുന്ന സോണിയാഗാന്ധിയോട് ഒരു കടപ്പാടുണ്ട്. അവർ സകാരാത്മകമായ പ്രതിപക്ഷമായിട്ടാണ് പാർലമെൻറ്റിൽ പ്രവർത്തിച്ചത്. ഇന്ന് സോണിയാഗാന്ധിയെപ്പറ്റി എന്തെങ്കിലും നന്മ പറഞ്ഞാൽ അവനെ അന്ന് കൊന്നൊടുക്കണം എന്ന ഒരു പ്രത്യേകമായ ഒരു വെളിച്ചത്തിലാണ് ചില പാർട്ടികൾ, ഒരു പാർട്ടിയുടെ ചില ഹോട്ട് ഹെഡ്സ് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എന്നാൽ അടൽ ബിഹാരി വാജ്പേയി അങ്ങനെ ആയിരുന്നില്ല. വ്യക്തികളിൽ നന്മയുണ്ടായെങ്കിൽ അത് അംഗീകരിക്കാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായിരുന്നു. അത് പ്രതിപക്ഷ പാർട്ടിയിലാണെങ്കിലും അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിരുന്നില്ല എന്ന് ഈ സമയത്ത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയിൽ വന്ന മാറ്റം നമുക്ക് പ്രത്യാശയ്ക്ക് വഴി നൽകുന്നുണ്ട്. ഇതൊരു സത്യമാകയാൽ മറ്റാരെയോ ഭയന്ന് അതിനെ നിരാകരിക്കുന്നത് നാം നമ്മോട് കാണിക്കുന്ന അനീതിയാണ്. അങ്ങനെയാണ് നന്മയുടെ സാധ്യതകൾ നശിച്ചു പോകുവാൻ നമ്മുടെ അനാസ്ഥ കൊണ്ട്, നിസ്സംഗത കൊണ്ട്, അല്ലെങ്കിൽ ഭീരുത്വം കൊണ്ട് ഇടയാകുന്നത് എന്ന് മാത്രമേ ഈ സമയത്ത് ഞാൻ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ സമീപനത്തിൽ കൂടെ നാം മനസ്സിലാക്കുന്ന കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ട് നാം മനസ്സിലാക്കുന്ന കാര്യം, രാഷ്ട്രീയ സേവനത്തിൽ ഒരു വലിയ ഡ്രാമാബാസിയുടെ ഒന്നും ആവശ്യമില്ല. വലിയ നാടകം കളിച്ച് അതും ഇതുമൊക്കെ. ഇപ്പോൾ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് നടക്കുന്നത്? ഒരു സാധാരണ മനുഷ്യനെ പോലെ ഒരു ട്രൗസേഴ്സ് വിട്ട് ഒരു ടീഷർട്ട് മാത്രമേ. ഇപ്പോൾ ഞാനൊരു ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ തുടങ്ങിയത്. അപ്പോൾ എന്നെ അനുകരിച്ച് അദ്ദേഹം ചെയ്യുന്നതല്ല ഞാൻ ഈ പറയുന്നത്. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ.
എന്നെ എന്നെ കേൾക്കുന്ന പലർക്കും ഞാൻ വേണ്ടതുപോലെ നല്ല വസ്ത്രം ധരിക്കുന്നില്ല എന്ന ഒരു പരാതിയുണ്ട്. വസ്ത്രത്തിലല്ല, എൻ്റെ ദൗത്യത്തിൻ്റെ അർത്ഥം അടങ്ങിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും അത് ഏകദേശമൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നത് തിരിച്ചറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വലിയ വലിയ എടുത്തുചാട്ടമൊന്നുമില്ലാതെ, വലിയ പ്രഹസനമൊന്നുമില്ലാതെ, ലോകത്തിലെ ഏറ്റവും വലിയ ഗുരു ഞാനാണ്, എന്നെപ്പോലെ മറ്റാരും ലോകത്തിലില്ല എന്നൊന്നും പറഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല. സാധാരണക്കാരുടെ ഇടയിൽ സഞ്ചരിക്കുക, അവരുടെ കണ്ണുനീരൊപ്പുക, അവരെ ആശ്ലേഷിക്കുക, അവരുടെ കൂടെ ചേർന്ന് നിൽക്കുക, അതൊക്കെ ചെയ്യുന്നത് നാണക്കേടാണ് എന്ന് വിചാരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അങ്ങനെയാണ് പപ്പുവാണ് കിപ്പുവാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെ രാഹുലിനെ പപ്പുവാക്കിയ കിപ്പുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെയാണ് ഈ രാജ്യത്തിൻ്റെ മനസാക്ഷി തുടിക്കുന്നത്. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിയുന്നോ അത്രയും നിങ്ങൾക്ക് നന്ന്. നീ വലിയ അഭിനയവും എടുത്തു കാണിക്കലും എടുത്തുചാട്ടവും പണക്കൊഴുപ്പും വലിയ വലിയ ഇവൻ്റ് മാനേജ്മെൻറ്റൊക്കെ നടന്നാൽ അത് നിങ്ങളെ തിരിച്ച് കടിക്കും എന്നതിന് യാതൊരു സംശയവും ഇനിയും അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് ദയവായി ഈ തെറ്റ് തിരുത്തുക, രാഹുൽ ഗാന്ധിയെ അനുകരിക്കുക, പപ്പു അല്ല എന്ന് മനസ്സിലാക്കുക. അത് മഹാത്മാഗാന്ധിയുടെ വഴിയിൽ സഞ്ചരിക്കാനായി മഹാത്മാഗാന്ധിയെപ്പോലെ ആത്മീകമായ വളർച്ച ഇനിയും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തി, ആ ഒരു ദിശയിലേക്ക് വളരുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന മഹനീയമായ ഒരു സൂചനയെങ്കിലും നൽകുവാൻ കൂട്ടാക്കുന്നൊരു വ്യക്തി, അങ്ങനെയുള്ള വ്യക്തിയെ നിങ്ങൾ ഇട്ട് ചവിട്ടി മെതിച്ചാൽ അത് നിങ്ങളുടെ കാലിന് നല്ലതല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇത് കോൺഗ്രസ് പാർട്ടിയെ ഒന്ന് പുനർജീവിപ്പിക്കാൻ വലിയ പണക്കൊഴുപ്പൊന്നും ആവശ്യമില്ല, വലിയ ഡ്രാമയൊന്നും കളിക്കേണ്ട ആവശ്യമില്ല, വലിയ പോമ്പും ഷോവും ഒന്നും ആവശ്യമില്ല. ആത്മാർത്ഥതയോടുകൂടെ ജനങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ, അതുകൊണ്ടാണ് ഭാരത് ജോഡോ യാത്ര, നീതി യാത്ര, ന്യായയാത്ര, ഇതിലൊക്കെ ഒരു വലിയ കോൺഗ്രസിൻ്റേതായ ഒരു പൈതൃകം ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ എനിക്ക് അനുഭവമാകുന്നത് എന്ന് ഞാൻ പറയുകയാണ്. എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത്, രാഹുൽ ഇപ്രകാരം ഒരു പുതിയ ദർശനം പ്രാപിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ മറ്റൊരു വലിയ പർവ്വതം പോലെ മറ്റൊരു കാര്യം ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അതെന്താണ്? തന്ത്രത്തിൻ്റെ വലിയ വലിപ്പം. അതിൽ ഒരു 10,000 അടി പൊക്കമുള്ളൊരു മനുഷ്യൻ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ ചാണക്യയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അമിത് ഷാജി. സ്ട്രാറ്റജി കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ 145 കോടി വരുന്ന ഒരു ജനതയുടെ ഭാവിയെയും സംസ്കാരത്തെയും സ്വഭാവ ഗുണങ്ങളെയും അവരുടെ ആസ്പിറേഷൻസിനെയും ഞാൻ പൊടിയാക്കും, ഞാനത് വലിച്ച് എൻ്റെ മൂക്ക് കയറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സമീപനം, തന്ത്രം കൊണ്ടെല്ലാം നേടിയെടുക്കാം. സത്യത്തിനോ ജനങ്ങളോടുള്ള ആർദ്രകരുണയ്ക്കോ അവരോടുള്ള സഹവർത്തിത്വത്തിനോ കരുതലിനോ യാതൊരു ആവശ്യവുമില്ല, തന്ത്രം കൊണ്ട് എല്ലാം നേടാം എന്ന് പറയുന്ന സമീപനം, ഇത് വെറും പാപ്പരത്വത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ്. ഇതിന് ഭാവിയില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുന്നു, ഇതിന് ഭാവിയില്ല. ഇതിന് ഭാവിയുണ്ടെങ്കിൽ മനുഷ്യരെപ്പറ്റി നാം ഇന്ന് വരെ വിചാരിച്ചിട്ടുള്ള എല്ലാ നല്ല സങ്കല്പങ്ങളും അസ്ഥാനത്താണ്. രണ്ടും ഒരേ സമയത്ത് ശരിയാകാൻ സാധ്യമല്ല. ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നു, ഇപ്പോൾ ഭാരതമെന്ന് പറയുന്ന ഈ വലിയ രാജ്യം, അതിൻ്റെ ഡെസ്റ്റിനി ഒരു ഇരുചാടൻ വണ്ടിയാണ്. ഞാനൊരു കാലത്ത് സ്കൂട്ടർ ഓടിച്ചിരുന്നു. അങ്ങനെ 3 തവണ മരണതുല്യമായ ആക്സിഡൻറ്റ് വന്നാണ് ഞാനത് ഉപേക്ഷിച്ചത്. ഞാൻ എങ്ങനെ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിനറിയാം. ഭാരതമെന്ന ഇരുചാടൻ സ്കൂട്ടറിന് 2 ചാടാനുള്ളത്. ഒന്ന് അമിത് ഷായുടെ തന്ത്രം, ചാണക്യ. 2 മോദിയുടെ മാജിക്.
അപ്പോൾ ഒരിടത്ത് മാജിക്, മറ്റൊരിടത്ത് മന്ത്രം, തന്ത്രം. ഒരിടത്ത് മന്ത്രം, മറ്റൊരിടത്ത് തന്ത്രം. ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ. മോദിയുടെ മന്ത്രം, അമിത്ഷായുടെ തന്ത്രം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്നേക്കുമായി രാജ്യം ഭരിക്കാം എന്ന് മാത്രവുമല്ല ഭാരതത്തിന് വിശ്വഗുരുവാകാം എന്നൊക്കെ പറയണമെങ്കിൽ തലയ്ക്ക് കാര്യമായ പ്രശ്നമുണ്ടായിരിക്കണം. ഞാനത് കൂടുതലായിട്ട് പരാമർശിക്കുന്നില്ല. അപ്പോൾ ഈ മോദി മാജിക് എന്ന് പറയുന്നത് സത്യസത്യമായി പറഞ്ഞാൽ ഗോദി മീഡിയ, അതായത് ആര് ഭരിക്കുന്നു അവരുടെ മടിയിൽ കയറിയിരിക്കാൻ മാത്രം അറിയാവുന്ന മീഡിയ, മാധ്യമപ്രവർത്തകർ അവരുണ്ടാക്കിയ ഒരു വിഭ്രാന്തിയാണ്. ഇറ്റ്സ് എൻ ഇല്യൂഷൻ ക്രിയേറ്റഡ് ബൈ ദ ഗോദി മീഡിയ. അതിന് മേന്മയും മിനുക്കവും ഉണ്ടാക്കി കൊടുത്തത് പണമാണ്, പണം. അപ്പോൾ മീഡിയ, മണി, മാജിക്, ഇതാണ് ഇതിനകത്ത്. അപ്പോൾ ഇതുകൊണ്ട് ഒരു രാജ്യത്തിലെ ജനതയെ മുഴുവനും എത്ര നാൾ വേണമെങ്കിലും കളിപ്പിക്കാം, ഭ്രമിപ്പിക്കാം, അവിടെ സത്യവും യാഥാർത്ഥ്യവും തിരിച്ചറിയാതെ അവിടെ കണ്ണുകൾ കെട്ടിയിടാം എന്ന് വിചാരിക്കണമെങ്കിൽ കാര്യമായ ഒരു സ്ക്രൂ ഇളകിയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാറുണ്ട്. ഇത് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ, ഇന്ത്യ സഖ്യം തിരിച്ചറിയണം. ഞാൻ സംഘപരിവാറിനെയും എൻ ഡി എയിലെ അംഗങ്ങളെയും സ്നേഹിക്കുന്നത് കൊണ്ട് അവരോടും പറയുകയാണ്, നിങ്ങൾ ദയവായി തിരിച്ചറിയണം, ഇതല്ല നിങ്ങളുടെ ഭാവി. ഈ വഴിയെ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. മറ്റു വല്ല മാർഗമുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. അതിന് തക്കതായ ഒരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ പോകാൻ ഒക്കത്തില്ല എന്ന് ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് മനസ്സിലായതുകൊണ്ടാണ് മറ്റുള്ളവരെയൊക്കെ ആശ്രയിച്ച് രണ്ട് ക്രച്ചും വെച്ചുകൊണ്ട് നടക്കേണ്ടി വരുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ അന്വേഷിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 2024 തിരഞ്ഞെടുപ്പ് ഫലം നമ്മെ അറിയിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ആത്യന്തികമായ ശക്തി മോദിയുമല്ല, അമിത്ഷാജിയുമല്ല, ജനമാണ്. അപ്പം മോദി എപ്പോഴും ജനതാ ജനാർദ്ദൻ, ജനതാ ജനാർദ്ദൻ, ഇത് വെറും ശബ്ദം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ ജനമാണ് ദൈവമെന്ന്, ജനാർദ്ദൻ എന്ന് പറഞ്ഞാൽ ജനമാണ് ദൈവം എന്നാണ്. ആ നാക്കുകൊണ്ട് പറയുന്നത് മനസ്സുകൊണ്ട് വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഈ വഴിയെ മോദി സഞ്ചരിക്കുമായിരുന്നില്ല, യാതൊരു സംശയമില്ല. 200 മില്യൺ, 20 കോടിയിൽ പരം വരുന്ന മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ ഈ രാജ്യത്തിലെ അംഗങ്ങളല്ലേ? ജനതാ ജനാർദ്ദനിൽ പെട്ടതല്ലേ അവർ? പിന്നെ എങ്ങനെയാണ് ഇപ്രകാരം അവർക്കെതിരെ വിഷം തുപ്പി വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിതറി നടന്നുകൊണ്ട് ജനതാ ജനാർദ്ദൻ പറയാൻ വെക്കുന്നത്? അതുകൊണ്ട് ഈ പരിപാടി നടക്കില്ല. ഇത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഏതാനും നാളുകൾക്ക് മുൻപ് പ്രൈം മിനിസ്റ്ററിൻ്റെ ടീമിലുള്ള ഒരാൾ, എൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നതുകൊണ്ട് എന്നെ വിളിച്ച് ചോദിച്ചു, സാറേ, കേരളത്തിൽ ഞങ്ങൾക്ക് കാലുകുത്താൻ ഇതുവരെ ഒക്കുന്നില്ല, എന്തുകൊണ്ടാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? അന്ന് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞത്, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. മതന്യൂനപക്ഷങ്ങൾക്ക് മറ്റുള്ള എല്ലാവരെയും പോലെ ഈ രാജ്യത്ത് സമാധാനത്തോടും സ്വാതന്ത്ര്യത്തോടും അഭിമാനത്തോടും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെയല്ല എന്ന് സംഘപരിവാറിൻ്റെ കഴിഞ്ഞ കാലത്തെ സാഹിത്യത്തിൽ, അതായത് വീര സവർക്കറിൻ്റെ ഹിന്ദുത്വ പോലെയുള്ള ബുക്കുകളിൽ, അതുപോലെ തന്നെ ഗുരു ഗോൾവാക്കറിൻ്റെ ബഞ്ച് ഓഫ് തോട്ട്സ്, അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന ഈ അപകടകരമായ ആശയം, അതായത് ആരുടെ പിതൃഭൂമിയാണോ പുണ്യഭൂമിയാണോ ഭാരതത്തിന് വെളിയിലുള്ളത് അവർക്കിവിടെ പൗരത്വത്തിന് അവകാശമില്ല എന്ന് പറയുന്ന അത് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഇവിടെ വേരോടും. പക്ഷെ അതിന് മാത്രം തുനിയുന്നില്ല. അതിന് പകരം മെത്രാന്മാരെ കാണുന്നു, അരമന തിരങ്ങുന്നു, ക്രിസ്മസ് കേക്ക് കൊടുക്കുന്നു, വൈൻ കുടിപ്പിക്കുന്നു, പിന്നെ ലൂർദ് മാതാവിൻ്റെ തലയിൽ ഏതാണ്ട് കൊണ്ട് വെക്കുന്നു. അത് കണ്ട് കണ്ണഞ്ചി നിൽക്കുന്ന മെത്രാനും പാതിരിയും അവരുടെയൊക്കെ പൊട്ടത്തരങ്ങളും ഇത് കണ്ട് മടുത്തു. ഇതല്ല മാർഗം, ഇത് ഉപേക്ഷിക്കണം. there is no alternative to truth. There is no alternative to reality. ജനങ്ങളല്ലാതെ മറ്റൊരു സമ്പത്തും ലോകത്തിലില്ല. അത് തിരിച്ചറിഞ്ഞ ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. കൊന്നുകളഞ്ഞു, എന്നാലും രാഷ്ട്രപിതാവാണ്. അപ്പനെ കൊല്ലുന്നതും ഒരഭിമാനമാണ് എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ എന്ത് ചെയ്യും? അപ്പോൾ ഈ ജനതയാണ് മോദിയെ തോൽപ്പിച്ചത്.
ഏത് ജനതയാണോ കുരങ്ങ് കളിപ്പിക്കാൻ ശ്രമിച്ചത് ആ ജനതയാണ് മോദിയെ തോൽപ്പിച്ചത്. അല്ലാതെ രാഹുൽ ഗാന്ധിയുമല്ല, കോൺഗ്രസുമല്ല, ഇന്ത്യ സഖ്യവുമല്ല. ഈ ജനതയെ സൂക്ഷിക്കുക. ഇവർ മണ്ടന്മാരല്ല, ഇവർ കുരങ്ങന്മാരല്ല, ഇവർ ബുദ്ധി മാന്ദ്യതയുള്ളവരല്ല. അവർക്ക് രണ്ടും കൂട്ടിയാൽ 4 എന്നറിയാൻ കഴിവുള്ളവരാണ്. പശു വാല് പൊക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാൻ കഴിവുള്ളവരാണ്. അവരെ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം പറയാം. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 2024 ഇലക്ഷനെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ വളരെ ഭയത്തോടും അതുപോലെ തന്നെ വേദനയോടും ഞാൻ തിരിച്ചറിയുന്ന, നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ എൻ്റെ മനസ്സിനെ നിർബന്ധിക്കുന്നൊരു കാര്യം, ഭാരതത്തിൽ ഇതിനു മുൻപ് ഇതുപോലെ ഒരു ഇലക്ഷൻ നടന്നിട്ടില്ല. ഇനിയും ഇങ്ങനൊരു ഇലക്ഷൻ നടക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താണ്? ഇത്രമാത്രം അസന്തുലിതമായ ഒരു തിരഞ്ഞെടുപ്പ്, an election of extreme inequality. നമുക്കറിയാം, ലോകത്തിൽ ജനായത്ത രീതിയിൽ എല്ലായിടത്തും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മർമ്മമാണ് ലെവൽ പ്ലേയിങ് ഫീൽഡ്. എല്ലാവർക്കും തുല്യമായ അവകാശവും അവസരവും സ്വാതന്ത്ര്യവും ഉണ്ടാകണം. അത് കഴിഞ്ഞ ഇലക്ഷനിലുണ്ടായിരുന്നു. എന്നാൽ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മനഃപൂർവ്വം ആ ലെവൽ പ്ലേയിങ് ഫീൽഡ് നശിപ്പിച്ചു. അതിന് പല പല മുഖങ്ങളുണ്ട്. ഞാൻ എല്ലാം പ്രതിപാദിക്കാൻ പോയാൽ സമയം കൈവിട്ടു പോകും. നിങ്ങൾ ഈ ഇലക്ഷൻ പരമായിട്ടുള്ള എന്തും പരാമർശിച്ച് നോക്കിക്കോളൂ. ഇലക്ഷൻ അടുക്കുമ്പോൾ 2 സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടുകയാണ്. അവർ ആരോപിക്കപ്പെട്ട കുറ്റം ചെയ്തു എന്നിരിക്കട്ടെ. കുറ്റം ആരോപിച്ചിട്ട് 2-3 വർഷങ്ങളായി. ഒരു 1.5 മാസം കൂടെ കാത്തിരുന്നാൽ ആകാശം ഇടിഞ്ഞു പോകുകയില്ല. നിങ്ങൾ അവർ ചെയ്ത കുറ്റം കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയാണ്. പക്ഷേ അതിനിപ്രകാരമല്ല. ഇലക്ഷൻ വരുമ്പോഴല്ല അവർ അറസ്റ്റ് ചെയ്യാത്തത്. ഇപ്പോൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതിൻ്റെ ഒരേ ഒരു കാരണം, ഡൽഹിയിൽ അല്ലെങ്കിൽ BJPക്ക് 7 സീറ്റും പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന ഭയം കൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല. കേജ്രിവാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ക്ലീനാണ് എന്ന ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം ഇന്ന് മുറിഞ്ഞു പോയിട്ടില്ല. എന്നാൽ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ കൈക്കൂലി വാങ്ങിച്ചു, 100 കോടി വാങ്ങിച്ചു, അതിൽ 1 രൂപ പോലും എവിടെയാണ് എന്ന്, എങ്ങനെ ചിലവാക്കി എന്ന് ആരോപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹേമന്ത് സോറിൻ്റെ കഥയും ഏകദേശം അപ്രകാരം തന്നെയാണ്. ഒരു 2 മാസം കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുകയില്ല. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ട് ഫ്രീസ് ചെയ്യുക. ഈ രാജ്യത്തെ പ്രിൻസിപ്പൽ ഓപ്പോസിഷനായിരിക്കുന്ന പാർട്ടി, അവർക്ക് അവരുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു റെയിൽവേ ടിക്കറ്റ് വാങ്ങിക്കാൻ പൈസ ഇല്ല. അതിനുശേഷം രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിനകത്ത് പൈസ കൊണ്ടുപോകുന്നതെന്ന് ഇൻസ്പെക്ട് ചെയ്യുക ഇലക്ഷൻ കമ്മീഷൻ. എന്നാൽ BJP നേതാക്കന്മാർ സഞ്ചരിച്ച ഏതെങ്കിലും ഹെലികോപ്റ്ററിൽ ഒരിക്കലെങ്കിലും ഒന്ന് പരിശോധന നടത്താൻ ഈ ഇലക്ഷൻ കമ്മീഷൻ ധൈര്യം കാണിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരെല്ലാം പരിശുദ്ധന്മാരാണ്, കോൺഗ്രസ്സുകാർ മുഴുവൻ അഴിമതിക്കാരാണ്. സത്യം എന്താണെന്ന് വെച്ചാൽ അവിടെ കയറി ചൊറിഞ്ഞാൽ അപ്പോൾ വിവരം അറിയും. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ മീഡിയ ഇപ്പോഴും, ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഇപ്പോഴും മോദിയുടെ പടം വരും, രാഹുൽ ഗാന്ധിയുടെ പടം വരില്ല. BJPയുടെ വക്താക്കളായിട്ടാണ് ഈ രാജ്യത്തെ മാധ്യമപ്രവർത്തകർ 99% പ്രവർത്തിച്ചത്. BJPയുടെ പ്രോപ്പഗൻഡയാണ് അവർ ആദ്യം മുതൽ അവസാനം വരെ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. BJPയുടെ ഇംഗിതം, അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർ പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇത്രമാത്രം പക്ഷാഭേദത്തോടുകൂടെ ഒരു ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കരുത്. വാസ്തവത്തിൽ
ഇപ്പോൾ BR കൃഷ്ണയ്യരെ പോലെ ഒരു ജഡ്ജ് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സംഗതി വഷളായിപ്പോയിന്. മോദിയുടെ പല പ്രസ്താവനകളും യഥാർത്ഥത്തിൽ അത് വേണ്ടതുപോലെ പരിഗണിച്ചാൽ, അവ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല, വലിയ വലിയ പ്രതിഷേധം ഉണ്ടാകേണ്ട, ഈ രാജ്യത്തെ ഭരണഘടനാപരമായ മൂല്യങ്ങളെപ്പറ്റി അല്പമെങ്കിലും വിലമതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വിലമതിക്കുന്ന ഒരാൾ ഇലക്ഷൻ കമ്മീഷനുണ്ടെങ്കിൽ, അത് സുപ്രീം കോടതിക്ക് അതിനെപ്പറ്റി കരുതലുണ്ടെങ്കിൽ അതിനെപ്പറ്റി നടപടി ഉണ്ടാകേണ്ടതാണ്. ഭാരതത്തിലെ പ്രമുഖരായ അഡ്വക്കേറ്റ്സ്, അഭിഭാഷകർ ഇത് സംബന്ധമായ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടതാണ്. കാരണം ഇനിയും ഇത് ആവർത്തിച്ചുകൂടാ. ഒരു രാജ്യത്തിൻ്റെ മനസാക്ഷി ഏറ്റുകൊണ്ടേയിരിക്കുന്ന ആഘാതങ്ങൾ, ഇവിടുത്തെ സാമൂഹികമായ അന്തരീക്ഷം എത്രമാത്രം മലീമസമായി എന്ന ഒരു യാഥാർത്ഥ്യം, ഇത് കണ്ണടച്ചിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇലക്ഷനെ പറ്റി ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത് തന്നെ. അല്ലെങ്കിൽ ഞാൻ ഇത് കൈകാര്യം ചെയ്യുമായിരുന്നില്ല. ഇതുപോലൊരു ഇലക്ഷൻ എൻ്റെ ജീവിതകാലത്ത് ഭാരതത്തിൽ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ പണം, ഒരു പാർട്ടിക്ക് അതിരില്ലാത്ത വിധത്തിൽ പണം, മറ്റുള്ള പാർട്ടികൾക്ക് നട്ടൽ നിന്ന് നിൽക്കാൻ സാധ്യമല്ല. ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ പലവിധമായ വശങ്ങൾ ഇതിനുണ്ട്. ഇറ്റ് വാസ് എൻ ഇലക്ഷൻ ഓഫ് ഗ്രോസ് ഇനീക്വാളിറ്റീസ്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒക്കെയും ഇവിടെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടോ എന്നറിഞ്ഞുകൂടാ എന്നൊരു തോന്നൽ എനിക്കുണ്ടായില്ല. ഈ ഇലക്ഷൻ BJP ആണോ നടത്തുന്നത് എന്ന് എൻ്റെ മനസ്സ് പലപ്പോഴും കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. തോന്നലാണ്, നിങ്ങളത് കാര്യമായിട്ട് എടുക്കണ്ട എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഈ രാജ്യത്തിന് കളങ്കം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇങ്ങനെ ഇലക്ഷൻ ജയിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ജയിക്കുന്നത് വലിയ പരാജയമാണ്. അതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെങ്കിലേ തനിക്ക് രാഷ്ട്രീയമായി നിലനിൽക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് മോദിയും അമിത്ഷായും വിചാരിച്ചാൽ അതവിടെ പരാജയമാണ്. അത് അവരെ തന്നെ അപമാനിക്കുന്ന ഒരു വഴിയാണത്. അങ്ങനെ ചെയ്യരുതായിരുന്നു. ഇതൊന്നും അവർ ചെയ്യാതിരുന്നുവെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുമായിരുന്നു. അതുകൊണ്ട് 2024 ഇലക്ഷൻ വളരെ വ്യക്തമായി നമ്മെ ഓരോരുത്തരെയും അറിയിക്കുന്നത്, BJP മനസ്സിലാക്കേണ്ടത്, ഈ വഴിയെ സഞ്ചരിച്ചാൽ ഒരു ലാഭവും ഉണ്ടാകുകയില്ല. ഇത് നഷ്ടത്തിൻ്റെ കച്ചവടമാണ്. ചില അടിസ്ഥാന മൂല്യങ്ങളും മർമ്മങ്ങളും ആദർശങ്ങളുമുണ്ട്. രാത്രിയെ പകലാക്കി ചിത്രീകരിക്കരുത്. സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ചെറിയ രേഖയുണ്ട്, അതിനെ നോക്കി പല്ലളിക്കരുത്. മനുഷ്യത്വത്തിൻ്റെ വെളിച്ചം കാത്തു സൂക്ഷിക്കുന്ന ചില പരിഗണനകളുണ്ട്, അതിനെ മലീമസമാക്കരുത്. അപ്പോൾ ഈ ഒരു ഇത്രമാത്രം അസന്തുലിതമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നിട്ടും ഭാരതത്തിന് ഇനിയും ജനാധിപത്യപരമായൊരു ഭാവിയുണ്ട് എന്ന പ്രത്യാശ ജനകോടികളുടെ ഹൃദയത്തിൽ സംരക്ഷിക്കത്തക്കവണ്ണം ഉള്ള ഒരു പരിണാമം, ഒരു ഫലം ഉണ്ടായതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു, ആശ്വസിക്കുന്നു. ഞാൻ ഇതുകൊണ്ട് ഇവിടെ തൽക്കാലം ചിന്തകൾ ഉപസംഹരിക്കുകയാണ്. ഇനി ഒരു വീഡിയോയിൽ കൂടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരമ്പര ഉപസംഹരിക്കുന്നതായിരിക്കും. ഈ യാത്രയിൽ തുടർന്ന് പങ്കെടുക്കുന്നവരോടുമുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നാം ഏവരും ഭാരത രാജ്യത്തെപ്പറ്റി അഭിമാനമുള്ളവരും അതിൻ്റെ ഭാവിയെപ്പറ്റി കരുതലുള്ളവരുമാകയാൽ ഈ രാജ്യത്തിന് നന്മ വരട്ടെ. സബ്കോ സന്മതി ദേ ഭഗവാൻ.